പഞ്ഞി പോലുള്ള മുടിയും താടിയും ചുവന്ന ഉടുപ്പും നിറപുഞ്ചിരിയും കൈ നിറയെ സമ്മാനങ്ങളുമായി ഡിസംബർ മാസത്തിന്റെ മാറ്റുകൂട്ടിക്കൊണ്ട് വന്നെത്തുന്ന സാന്ത ഒരു വികാരം തന്നെയാണ്. സാന്ത, സാന്താക്ലോസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ക്രിസ്തുമസ് പാപ്പ ക്രിസ്തുമസിന്റെ മാറ്റുകൂട്ടുന്നു. യേശുക്രിസ്തുവിന്റെ ജനനമാണ് ക്രിസ്തുമസ് എങ്കിലും നാനാജാതി മതസ്ഥരും ക്രിസ്തുമസ് നെഞ്ചിലേറ്റുവാൻ കാരണമായതും സാന്ത തന്നെ. എന്നാൽ സാന്ത എന്നത് വെറുമൊരു സാങ്കല്പിക കഥാപാത്രമായി പലരും കരുതപ്പെടുന്നു. സാന്താക്ലോസുമായി ബന്ധപ്പെട്ട ചരിത്രവും ഐതിഹ്യവും നിരവധിയാണ്. 3-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് പുരോഹിതനായിരുന്നു സെയിന്റ് നിക്കോളാസ്. ബിഷപ്പായി സേവനമനുഷ്ഠിച്ച സെയിന്റ് നിക്കോളാസ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന പലരെയും പല വിധത്തിലും അദ്ദേഹം സഹായിച്ചിരുന്നു. അക്കാലത്തായിരുന്നു റോമൻ ചക്രവർത്തി ഡയോക്ലീഷ്യസ് ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടത്. അതിനെയെല്ലാം നഖശിഖാന്തം എതിർത്ത നിക്കോളാസിനെ കാത്തിരുന്നത് തടവറയും പീഡനങ്ങളുമായിരുന്നു. പിന്നീട് കോൺസ്റ്റാന്റീൻ അധികാരത്തിലെത്തുകയും അദ്ദേഹത്തെ ജയിൽ വിമോചിതരാക്കുകയും ചെയ്തു. ക്ഷാമങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിക്കോളാസ് ജനങ്ങളെ രക്ഷിക്കുന്ന നിരവധി കഥകൾ ഉണ്ടെങ്കിൽ കൂടി അതിൽ പ്രശസ്തമായ ഒന്നായിരുന്നു 3 പെൺകുട്ടികളുടേത്. അക്കാലത്ത് ദരിദ്രനായ ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ടായിരുന്നു. സ്ത്രീധനം നൽകാൻ കഴിയാത്തതിനാൽ തന്നെ അവരുടെ വിവാഹം നടത്താൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. ഒരു നിവൃത്തിയുമില്ലാതെ അതിൽ ഒരു പെൺകുട്ടിയെ അടിമക്കച്ചവടക്കാർക്ക് വിൽക്കുവാൻ അയാൾ തീരുമാനിച്ചു. ഇതറിഞ്ഞ നിക്കോളാസ് സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ഒരു ബാഗ് അവരുടെ വീട്ടിലെ ജനാലയിലൂടെ നിക്ഷേപിച്ചു എന്നാണ് വിശ്വാസം. കുട്ടികൾക്കും പാവപ്പെട്ടവർക്കും അവരറിയാതെ തന്നെ അദ്ദേഹം ക്രിസ്തുമസ് സമ്മാനങ്ങൾ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. AD 343 ഡിസംബർ 6 അദ്ദേഹം മൃതിയടഞ്ഞു. ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും പരിഗണനയും നിക്കോളാസിന്റെ മരണശേഷവും തുടർന്നു പോന്നു. മഞ്ഞു മൂടിയ ക്രിസ്തുമസ് രാത്രിയിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുമായി റെയിൻഡിയർ വണ്ടിയിൽ അദ്ദേഹം എത്തും എന്നുള്ള ഐതിഹ്യത്തിന് പിൽക്കാലത്ത് ഇത് കാരണമായി. ക്രിസ്തുമസ് ഫാദറായും ന്യൂ ഇയർ ഫാദറായും അദ്ദേഹം ആദ്യമായി അറിയപ്പെട്ടിരുന്നത് ജർമ്മനിയിലായിരുന്നു. ഡച്ച് കുടിയേറ്റക്കാർ അമേരിക്കയിലും അത്തരമൊരു വിശ്വാസം കൊണ്ടുവന്നു. കാലാന്തരത്തിൽ ലോകമെമ്പാടും ഇത് ശ്രദ്ധേയമായി. 1823 ക്ലെമൻസി മൂർ എന്ന അമേരിക്കൻ എഴുത്തുകാരൻ സാന്തയെക്കുറിച്ച് ഒരു കവിത എഴുതി. എ വിസിറ്റ് ഫ്രം സെയിന്റ് നിക്കോളാസ് എന്നായിരുന്നു കവിതയുടെ പേര്. നാടെങ്ങും ചുറ്റി സഞ്ചരിച്ച് പാവപ്പെട്ടവർക്കും കുട്ടികൾക്കുമായി വീടിന്റെ ചിമ്മിനി ദ്വാരത്തിലൂടെ സമ്മാനങ്ങൾ നൽകി പോകുന്ന ഒരു പുണ്യാത്മാവായിട്ടാണ് സെയിന്റ് നിക്കോളാസിനെ കവിതയിൽ ചിത്രീകരിച്ചത്. ഈ കവിത അമേരിക്കയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. 1881 അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് തോമസ് നാഷ് കവിതയ്ക്കനുബന്ധമായി സാന്താക്ലോസിനെ വരച്ചു. വെള്ളമുടിയും താടിയും നീലൻ തൊപ്പിയും തടിച്ച ശരീരവുമുള്ള ആ ചിത്രം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു. എന്നാൽ വേഷത്തിന്റെ നിറത്തിൽ മാത്രം വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നീലയും പച്ചയും മഞ്ഞയുമായിരുന്നു നിറങ്ങൾ. 1931 കൊക്കക്കോള അവരുടെ പരസ്യ ചിത്രത്തിനായി സാന്തയെ കൊണ്ടുവന്നു. ചുവന്ന നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ സാന്തയെ അവർ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തി. കോള കമ്പനിയുടെ ക്യാൻവാസിൽ വരച്ച സാന്ത ചിത്രം ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഹൃദയത്തിലും ഒരുപോലെ പതിഞ്ഞു. അങ്ങനെ സാന്തയുടെ വേഷത്തിനും വ്യക്തമായ ഒരു നിലപാടുണ്ടായി. ലോർഡ് ജെയിംസ് പിയർപോണ്ടിന്റെ ജിംഗിൾ ബെൽസ് ഗാനവും സാന്താക്ലോസിന് ഒരു പൂർണ്ണത നൽകി. കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിനെ ആദ്യമായി സന്ദർശിച്ച ആട്ടിടയന്മാരെക്കാൾ, കിഴക്ക് നിന്നും കാലിത്തൊഴുത്തിലെത്തിയ ജ്ഞാനികളെക്കാൾ തുടങ്ങി ബൈബിളിന്റെ ചരിത്ര പരാമർശമുള്ള കഥാപാത്രങ്ങളെക്കാൾ മാനവ ഹൃദയത്തിൽ ഇന്നും നിലനിൽക്കുന്ന ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സാന്താക്ലോസാണ്. എന്നിരുന്നാലും ഇന്നും ക്രിസ്തുമസ് ദിനരാവുകളിൽ പ്രായഭേദമന്യേ ജാതിമത ഭേദമന്യേ ജിംഗിൾ ബെൽസ് ഗാനമാധുര്യത്തിനും റെയിൻഡിയർ കാലൊച്ചകൾക്കുമായി ജനങ്ങൾ കാതോർക്കുന്നു.